അല്ല, അത് ഈ റോഡ് നിർമ്മാണത്തിലെ ചരിവാണ്. അത് അവിടെ അതുപോലെ അശാസ്ത്രീയതയുള്ളതാണ് തമ്പാൻ്റെയൊക്കെ മേജറായിട്ട് പ്രശ്നമുള്ളത്. സാധാരണ ഭൂമിശാസ്ത്രപരമായ പ്രശ്നം കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്നൊരവസ്ഥ വരുന്നത്. ബാക്കി എല്ലാ വാർഡുകളിലെയും കാനകളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ വൃത്തിയാക്കിയതുകൊണ്ട് അങ്ങനെ പരമാവധി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും ഒക്കെ തോടുകളുണ്ട്. ആ വലിയ തോടുകളാണ്. ആ തോടുകളിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പൂർത്തിയാകും. നമസ്കാരം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിൽ ശക്തമായ ഇടിയോടുകൂടിയ മഴയാണ് പെയ്തത്. ഏകദേശം 1 മണിക്കൂറിലധികം നീണ്ട ശക്തമായ മഴ തന്നെയായിരുന്നു നഗരത്തിലെമ്പാടും അനുഭവപ്പെട്ടത്. ഇതിനെ തുടർന്ന് തമ്പാനൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ചെറിയ രീതിയിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുകയും ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിൽ BJP അധികാരത്തിലേറിയതിന് ശേഷം നഗരസഭാ പരിധിക്കുള്ളിലെ വെള്ളക്കെട്ടെല്ലാം തന്നെ അത്തരത്തിലൊരു അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടെല്ലാം തന്നെ ഒഴിവാക്കും എന്ന് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് BJP നഗരസഭ ഏറ്റെടുത്തതിന് ശേഷം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളെല്ലാം തന്നെ നടത്തിയത്. എന്നിട്ടും എന്തുകൊണ്ട് ഈ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ നഗരസഭയുടെ മേയർ VV രാജേഷ് ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് പെയ്തത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് മഴവെള്ളം വന്നിട്ടുണ്ട്, നന്നായിട്ട് ഒഴുകി പോകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ റോഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ചരിവുണ്ട്, കുറച്ച് വെള്ളം നിൽപ്പുണ്ട്. അതൊരു അരമണിക്കൂർ 3/4 മണിക്കൂറിനൊക്കെ സാധാരണ ഒഴുകി പോകാറുണ്ട്. അല്ല, അത് ഈ റോഡ് നിർമ്മാണത്തിലെ ചരിവാണ്. അത് അവിടെ അതുപോലെ അശാസ്ത്രീയതയുള്ളതാണ് തമ്പാൻ്റെയൊക്കെ മേജറായിട്ട് പ്രശ്നമുള്ളത്. ചവറടിച്ച് കിടന്നതൊക്കെ തന്നെ ഞങ്ങളുടെ 1-2 മാസം മുമ്പ് ചവറുകൾ നീക്കം ചെയ്തുകൊണ്ട് തന്നെ കുറേയൊക്കെ മാറിയിട്ടുണ്ട്. ഇതുവരെയും അങ്ങനെ വെള്ളം പൊങ്ങിയിട്ടില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ റോഡിൻ്റെ നിർമ്മാണത്തിലേക്ക് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് വെള്ളം പൊങ്ങിയിട്ടുണ്ട്. അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും എല്ലാ വാർഡുകളിലും, ഒരു വാർഡിലും വെള്ളപ്പൊക്ക പ്രശ്നം വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ സാധാരണ ഭൂമിശാസ്ത്രപരമായ പ്രശ്നം കൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലാണ് 15 മിനിറ്റ് 20 മിനിറ്റൊക്കെ വെള്ളം പൊങ്ങി നിൽക്കുന്നൊരവസ്ഥ വരുന്നത്. ബാക്കി എല്ലാ വാർഡുകളിലെയും കാനകളൊക്കെ തന്നെ വളരെ നേരത്തെ തന്നെ വൃത്തിയാക്കിയതുകൊണ്ട് പ്രാദേശികമായി അങ്ങനെയുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. ഞങ്ങളെല്ലാം വിലയിരുത്തി വരികയാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം 1.5 മാസം മുമ്പ് തന്നെ ആരംഭിച്ചു. എല്ലാ വാർഡുകൾക്കും 1 ലക്ഷം രൂപ, 1 ലക്ഷം രൂപ കഴിഞ്ഞവർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. സെൻട്രലൈസ് തന്നെ 3-4 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോർപ്പറേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഓടയിൽ നിന്നും കോരിയ മണ്ണൊന്നും മുകളിൽ വെച്ചിട്ടില്ല, എല്ലാം മാറ്റേണ്ട സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഒലിച്ചിറങ്ങുന്ന പ്രശ്നം വരുന്നില്ല. അങ്ങനെ പരമാവധി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മൈനർ ഇറിഗേഷൻ്റെയും മേജർ ഇറിഗേഷൻ്റെയും ഒക്കെ തോടുകളുണ്ട്. ആ വലിയ തോടുകളാണ്. ആ തോടുകളിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ ഇറങ്ങി കഴിഞ്ഞാൽ പൂർത്തിയാകും. അല്ല, തമ്പാൻ്റെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയൊക്കെ സാന്നിധ്യത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും KRFBയും PWD ഒക്കെ വിളിച്ചിട്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഇടപെടലോടുകൂടി അതിന് സാധിക്കും. അദ്ദേഹം ഇതിനു മുൻപും നമ്മളോട് വ്യക്തമാക്കിയത് കുറഞ്ഞ കാലമാണ് മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്താൻ നഗരസഭയ്ക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായുള്ള പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തുവാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ ഈ തമ്പാനൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിലവിൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് നിലവിലിപ്പോൾ താഴ്ന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ മേയർ എടുത്തു പറഞ്ഞൊരു വിഷയം, ഈ കാനകളിലെ ചളിയും മണലും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും എല്ലാം തന്നെയാണ് നിലവിലിപ്പോൾ അവർ വൃത്തിയാക്കിയിരിക്കുന്നത്. അതെല്ലാമാണ് എടുത്തു മാറ്റിയിരിക്കുന്നത്. ഇനിയും മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ നടത്താനുണ്ട്. അത് ഈ മഴയ്ക്ക് ശേഷമേ നടത്തുവാൻ സാധിക്കൂ എന്നാണ് മേയർ VV രാജേഷ് നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.